വ്യൂവേഴ്സ്, വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ ചാറ്റ് പാറ്റേണിൻ്റെ കഴിഞ്ഞ സീരീസിൽ ഫ്ലാഗ് പാറ്റേണിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിൾ പാറ്റേണിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ICT ആണെങ്കിലും SMC ആണെങ്കിലും ഇപ്പം ചാറ്റ് പാറ്റേൺ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ കാണുക, പഠിക്കുക, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുക. അപ്പോൾ എന്താണ് ട്രയാങ്കിൾ പാറ്റേൺസ് ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ്സുകൾ എടുക്കാമെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പം ചാറ്റ് പാറ്റേൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അധികം ആരും അങ്ങനെ യൂസ് ചെയ്യില്ല. പക്ഷേ ചാറ്റ് പാറ്റേൺസ് അറിഞ്ഞിരുന്നാൽ നമുക്ക് നമ്മളെ ട്രേഡ്സ് കുറച്ച് ബെറ്റർ ആകും. ഇനിയിപ്പം നമ്മളിപ്പം SMC ICT ഒക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാ ഒരു എന്താ പറയുക സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അതുപോലെ ഡിമാൻഡ് സോണ്, സപ്ലൈ സോണൊക്കെ ഉപയോഗിച്ച് നമ്മൾ ട്രേഡ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ചെറിയൊരു കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഈ ചാറ്റ് പാറ്റേൺസ് തരും. ഓക്കെ, തരാൻ ചാൻസ് ഉണ്ട്. അപ്പം ചാറ്റ് പാറ്റേൺസ് അറിഞ്ഞിരുന്നാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ അസെൻഡിങ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഡിസെൻഡിങ് ട്രയാങ്കിൾ? അതായത് ട്രയാങ്കിൾ പാറ്റേൺ ഇപ്പോൾ നമ്മൾ 3 ഡിവൈഡ് ചെയ്താണ് പറയുന്നത്. അതായത് സിമെട്രിക്കൽ, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. സിമെട്രിക്കൽ എന്താണ്? സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ എന്താ ഈ ഒരു ഇമേജ് കണ്ടില്ലേ? ഈ ഒരു ഇമേജിനകത്ത് ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു അപ്പ് സൈഡിലോട്ട് ഒരു ട്രെൻഡ് ലൈൻ, ഡൗൺ സൈഡിലോട്ടും അപ്പ് സൈഡിലോട്ടും ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു. ദെൻ ആ ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നു, മുകളിൽ നിന്ന് റെസ്റ്റ് ചെയ്ത് താഴേക്ക് വരുന്നു. ദെൻ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നിടത്തു നിന്ന് നമ്മൾ എൻട്രി എടുക്കുന്നു. പലരും ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവരുണ്ട്, റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ കണ്ടില്ലേ? ഈ സപ്പോർട്ടും അതുപോലെ ഈ ഒരു റെസിസ്റ്റൻസ് മുതൽ ഈ ഒരു സപ്പോർട്ട് വരെ, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് മുതൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെയുള്ളതാണ് ഇവിടുത്തെ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് അപ്പ് സൈഡിലോട്ടും അതുപോലെ തന്നെ ഡൗൺ സൈഡിലോട്ടും ഒരു ട്രെൻഡ് കാണുന്നു. ഓക്കെ, അതായത് അപ്പ് സൈഡിലോട്ട് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്ത് പോകുന്നു, അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ലൈനിൽ തട്ടി മാർക്കറ്റ് ടാപ്പ് ചെയ്ത് താഴേക്ക് വരുന്നു. ആ ഒരു ബ്രേക്ക് ഔട്ട്, ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എൻട്രീസ് എടുക്കുന്നു. അപ്പോൾ താഴോട്ട് വരുമ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലൈൻ കാണാം. ഓക്കെ, അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്ത് വന്ന മാർക്കറ്റ്, മൂവ് ചെയ്ത് വന്ന മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അതായത് ആ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പം ഇപ്പോൾ ഇവിടെ ഈ ഒരു റേഞ്ചിൽ ഇപ്പം 50 എന്ന് പറയുന്നൊരു പ്രൈസ് ആണെങ്കിൽ ഇവിടെ 40 ഇവിടെ 50 എന്ന് പറയുന്ന ഒരു പ്രൈസ് ആണെങ്കിൽ ഇവിടെ 60, 70, 80 അങ്ങനെ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്തോറും, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്യുമ്പോൾ എന്തായാലും പ്രൈസ് മുകളിലോട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നു. ഓക്കെ, ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് തൊട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ഫസ്റ്റ് ടാപ്പ് ചെയ്ത് ഇവിടം വരെയുള്ളൊരു പ്രോഫിറ്റ് നമ്മൾ ഇവിടെ ടേക്ക് പ്രോഫിറ്റായിട്ട് വെക്കുന്നു, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുന്ന പാറ്റേൺ എന്ന് പറയുമ്പം മാർക്കറ്റ് ഡൗൺ സൈഡിലാണ് വരുന്നത്. ഓക്കെ, ഡൗൺ സൈഡിൽ വരുന്ന മാർക്കറ്റ് ഒരു സപ്പോർട്ടിൽ ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. ആ മുകളിലോട്ട് പോകുമ്പോൾ മറ്റൊരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്ത്, അതായത് ഡൗൺ സൈഡിലോട്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. ദെൻ ആ ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ദെൻ ആ ഒരു റെസിസ്റ്റൻസിൽ തന്നെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരുന്നു. അങ്ങനെ മാർക്കറ്റ് ഈ ഒരു ട്രയാങ്കിളിനകത്ത് കിടന്ന് സപ്പോർട്ടായിട്ടും ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. ദെൻ ഈ ഒരു സപ്പോർട്ട് താഴോട്ട് ബ്രേക്ക് ആവുമ്പോൾ എൻട്രീസ് എടുക്കുന്നു.
അതായത് ഇവിടെ നമ്മൾ പ്രോഫിറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ടാപ്പ് മുതൽ ഈ ഒരു സപ്പോർട്ട് വരുള്ളൂ. ഓക്കെ, സോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് മുതൽ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരെയുള്ള ഈ ഒരു റേഞ്ച് നമ്മളിവിടെ പ്രോഫിറ്റായിട്ട് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സിമെട്രിക്കൽ ട്രയാങ്കിളും അസെൻഡിങ് ട്രയാങ്കിളും അതുപോലെ ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇമേജിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതൊരു അസെൻഡിങ് ട്രയാങ്കിളിന് എക്സാമ്പിളാണ്. അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു റെസിസ്റ്റൻസിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരണം. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലൈൻ ഇവിടെ വരയ്ക്കുന്നു, ദെൻ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു, ഈ ഒരു റെസിസ്റ്റൻസ് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നു, ദെൻ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി, ദെൻ റെസിസ്റ്റൻസ് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വന്നു, പിന്നീട് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. അങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈനിലും ഈ ഒരു റെസിസ്റ്റൻസിലും മാർക്കറ്റ് ടാപ്പ് ചെയ്ത് നിൽക്കുന്ന മാർക്കറ്റ് ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് വരണം. ഓക്കെ, നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലായിരിക്കണം. ഓക്കെ, നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലും ഉണ്ടായിരിക്കണം ആ ഒരു ബ്രേക്കൗട്ട് കിട്ടേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ, ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഈ ഒരു വിക്കാണ് ഇവിടെ ഈ ട്രെൻഡ് ലൈനിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു വിക്ക് കൊണ്ട് ചെറിയ ബ്രേക്കുകളുണ്ട്, ബട്ട് ബോഡി കൊണ്ട് ബ്രേക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുവാണെങ്കിൽ ഇതാ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് ചെയ്യുന്നു. ചിലർ ബ്രേക്കൗട്ടിൽ എൻട്രി എടുക്കും, മറ്റ് ചിലർ റീടെസ്റ്റിലും എൻട്രി എടുക്കാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായത് ഏതാണെന്ന് നോക്കുക, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഓക്കെ, ദെൻ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ അസെൻഡിങ് ആണെങ്കിൽ ഇവിടെ ഒരു ഡിസെൻഡിങ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതാ മാർക്കറ്റ് ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു, ഇവിടെ ഒരു സപ്പോർട്ട് വരയ്ക്കുന്നു, സപ്പോർട്ട് ചെയ്ത് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, ദെൻ ആ ഒരു ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരുന്നു. ഈ ഒരു പ്രോസസ്സ് തന്നെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ദെൻ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ കണ്ടോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് ഒരു സപ്പോർട്ടാണ് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നു മാർക്കറ്റ് താഴോട്ട് പോകും. ഓക്കെ, അതാണ് ഡിസെൻഡിങ് ട്രയാങ്കിൾ. ഓക്കെ, ഡിസെൻഡിങ് ട്രയാങ്കിൾ ഇവിടെ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. ആ സെയിം സാധനം ഗ്രാഫിൽ നോക്കിയാൽ എങ്ങനെ ഇരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് നല്ല സ്ട്രോങ് ബ്രേക്ക് ആയിരിക്കണം. ഓക്കെ, നോക്കുക, സ്ട്രോങ് ബ്രേക്ക് ആയിരിക്കണം. ദെൻ നമ്മൾ ആ ഒരു ടാർഗറ്റ് എടുക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിമെട്രിക്കൽ ട്രയാങ്കിളിനാണ് എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിമെട്രിക്കലായിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നു, ഒരു ട്രെൻഡ് ലൈൻ താഴോട്ടും ഒരു ട്രെൻഡ് ലൈൻ മുകളിലോട്ടും. ഓക്കെ, ഇവിടെയൊക്കെ ഹയർ ലോ ആണ്, അതുപോലെ ഇവിടെ തന്നെ ലോവർ ഹൈ ആണ്. എന്താണ് ലോവർ ഹൈ, എന്താണ് ലോവർ ലോ, അതുപോലെ തന്നെ ഹയർ ഹൈ എന്താണ്, ഹയർ ലോ എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരയ്ക്കുന്നു, ദെൻ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നു, ആ ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നു, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മുകളിലോട്ടാണ്. ഓക്കെ, ദെൻ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു, ഇവിടെ ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, ദെൻ മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ കാര്യമാണെങ്കിലും ഡിസെൻഡിങ് ട്രയാങ്കിളിൻ്റെ കാര്യമാണെങ്കിലും. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഒരു സപ്പോർട്ടാണ്, ഇവിടെ റെസിസ്റ്റൻസ് ആണ്, എല്ലാം ക്ലിയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ ബ്രേക്കൗട്ട് ഒന്നെങ്കിൽ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ റീടെസ്റ്റ്. ഓക്കെ, കാര്യം മിക്കപ്പോഴും പാറ്റേൺസ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ മാർക്കറ്റ് നല്ലൊരു വോളിയത്തിലായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു മൊമെൻറ്റത്തിലായിരിക്കും ആ ഒരു ബ്രേക്കൗട്ടും ബമ്പിങ്ങും ഒക്കെ, ആ ഒരു ബ്രേക്കൗട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് നോക്കുക, കൺഫേം ചെയ്യുക, ട്രേഡ്സിൽ എൻ്റർ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മളിവിടെ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളിന് എക്സാമ്പിൾ. ഓക്കെ, മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു, ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നു, ദെൻ ഇവിടെയും ഒരു ബ്രേക്കൗട്ട് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കാര്യം നേരെ തിരിച്ച് ഡൗൺ സൈഡിലോട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്താണ്, അല്ലെങ്കിൽ അസെൻഡിങ് ട്രയാങ്കിൾ എന്താണ്, ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സ്വിങ്ങിൽ ഈ ഒരു ചെറിയ സ്വിങ് അതിന് താഴെയായിട്ടായിരിക്കും, അതായത് ഇവിടെ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാറ്. ഓക്കെ, ദെൻ ഇവിടെ ആണെങ്കിലോ ഈ അസെൻഡിങ് ട്രയാങ്കിളിൻ്റെ കാര്യമാണെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെ ഇവിടെ ആയിട്ട്, ഈ ഒരു ചെറിയ സ്വിങ്ങിന് താഴെ ഇവിടെ ആയിട്ട്
താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യും. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യും. അപ്പോൾ എങ്ങനെ പ്രോഫിറ്റ് എങ്ങനെ വെക്കാം, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം എന്നുള്ള കാര്യമാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രയാങ്കിൾ പാറ്റേൺ എന്നുള്ളതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക്, ഓവറോൾ വ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇപ്പം ഈ ചാർട്ടിൽ കാണിച്ചു തന്നിരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളൊരു ഫോട്ടോസ് എടുത്ത് നോക്കുവാണെങ്കിൽ അത് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ചാർട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ പോവുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് 1-2 ഞാൻ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നോക്കുവാണെങ്കിൽ കാണിച്ചു തരാനാണെങ്കിൽ ഇപ്പം ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ഇവിടെ നോക്കാം, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളാണ്. ഓക്കെ, ആ നേരത്തെ ആ ഫോട്ടോയിൽ അതുപോലെ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും വാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനകത്ത് നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഒന്നും ബ്രേക്ക് ഔട്ട് ഇല്ല. ഓക്കെ, ഇവിടെയൊക്കെ വിക്കാണ്, ഞാൻ പറഞ്ഞല്ലോ വിക്ക് അടിച്ചിട്ടുണ്ട്, ബട്ട് സ്ട്രോങ് ആയിട്ടൊരു ബ്രേക്ക് ഔട്ട് ഇല്ല. ദെൻ നമ്മളെവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്? സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ്ങിന് മുകളിലായിട്ട്, അതായത് ലാസ്റ്റ് ഇവിടെയാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. ഓക്കെ, ഏകദേശം നമ്മൾ ടേക്ക് പ്രോഫിറ്റ് ഈ ഒരു റേഞ്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ച് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുക്കാം. പിന്നെ ഓരോരുത്തരെ മൈൻഡ് പോലെ ഇരിക്കും ആ ഒരു കാര്യം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു റേഞ്ചിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് കിട്ടി നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ തന്നെ ഏകദേശം ഈ ഒരു സ്വിങ്ങിന് ഇവിടെ മുകളിലായിട്ട് അവസാനത്ത് ഇതിന് മുകളിലായിട്ട് ഈ ഒരു ടാപ്പിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു മുകളിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. ദെൻ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഓക്കെ ടാർഗറ്റ് നമ്മൾ ഏകദേശം നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് പോകാം. ദെൻ ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഇവിടെ പക്ഷേ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഒന്നും ഹിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരെ മൈൻഡ് കൂടിയിരിക്കും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ, ദെൻ അതുപോലെ ഞാൻ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞായിരുന്നു, റീടെസ്റ്റിൽ എൻട്രി എടുക്കുന്നവരുണ്ട്. ഓക്കെ, ഇപ്പോൾ ബ്രേക്ക് ഔട്ടിലാണോ റീടെസ്റ്റിലാണോ, അപ്പം നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അപ്പം നിങ്ങളെ ഒരു വ്യൂവിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡിൽ എൻട്രി ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു, ദെൻ ഇവിടെ ഈ റെസിസ്റ്റൻസിൽ ടാപ്പ് ചെയ്തു, ദെൻ ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്തു, റെസിസ്റ്റൻസിൽ ടാപ്പ് ചെയ്തു, ട്രെൻഡ് ലൈൻ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, മുകളിലോട്ട് പോയി. ദെൻ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം, ഈ ഒരു ടാപ്പിന് താഴെയായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് വെക്കാം. ടേക്ക് പ്രോഫിറ്റ് ഏകദേശം നമുക്ക് ഈ ഒരു റേഞ്ച് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് പക്ഷേ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ ആ ഒരു സ്പീഡ് മൊമെൻറ്റം നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അതേ ഉള്ളൂ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയാം. കാര്യം മാർക്കറ്റ് പയ്യെയാണ് കയറി പോയേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് വെക്കാം. ഓക്കെ, ദെൻ നമ്മൾ കറക്റ്റ് നമുക്ക് പ്രോഫിറ്റ് അവിടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളാണ് ചാറ്റ് പാറ്റേണിൽ പറയുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കയറി പോയിട്ടുണ്ട്. ദെൻ പിന്നെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു നമുക്കിങ്ങനെ വാച്ച് ചെയ്തിരുന്ന് ഇങ്ങനെ കിട്ടണം ട്രയാങ്കിൾ പാറ്റേൺസ്, ചാറ്റ് പാറ്റേൺസ്. ആ ഒരു പാറ്റേൺ ഇങ്ങനെ ക്രിയേറ്റായി വരണം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചാറ്റ് പാറ്റേൺസ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചാറ്റ് പാറ്റേൺസിനെ പറ്റി നിങ്ങൾക്കിപ്പോൾ അറിയത്തില്ല എങ്കിൽ
ഇപ്പം പെട്ടെന്ന് നോക്കുവാണെങ്കിൽ അങ്ങനെ കിട്ടാൻ ഇച്ചിരി പാടാം, കുറച്ചൊന്ന് വാച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിലോ, ഇവിടെ മാർക്കറ്റ് കറക്റ്റ് മാർക്കറ്റ് ടാപ്പ് ചെയ്തു, ദെൻ ട്രെൻഡ് ലൈൻ ടാപ്പ് ചെയ്തു, റെസിസ്റ്റൻസിൽ ടാപ്പ് ചെയ്തു, ദെൻ ട്രെൻഡ് ലൈനിൽ ടാപ്പ് ചെയ്തു, ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് പോയി. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എവിടെ ആയിട്ട് വെക്കും? സ്റ്റോപ്പ് ലോസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് വെക്കും. സ്റ്റോപ്പ് ലോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്വിങ്ങിന് താഴെയായിട്ട് വെക്കും. ഓക്കെ, ഈ ഒരു ടാപ്പിൽ താഴെയായിട്ട് വെക്കുന്നു. ദെൻ നമ്മൾ ടാർജറ്റ് എവിടെ വെക്കുന്നു? ടാർജറ്റ് കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ടാപ്പ്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ടാപ്പ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി നോക്കുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ടാർജറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തും മാർക്കറ്റ് പമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ചാറ്റ് പാറ്റേൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാറ്റ് പാറ്റേൺസ് ഇങ്ങനെ ക്രിയേറ്റ് ആയി വന്ന് കറക്റ്റ് ആ ഒരു ക്രിയേഷൻ നമുക്ക് ചാർട്ടിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ എന്താണ് ചാറ്റ് പാറ്റേൺസ് എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കാര്യം ചാറ്റ് പാറ്റേൺസ് പഠിച്ചു വെക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ക്ലാസ്സിൽ ചാറ്റ് പാറ്റേൺസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മറ്റ് സെറ്റപ്പുകൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ നമുക്ക് ഡിമാൻഡ് സോണോ സപ്ലൈ സോണോ അങ്ങനെ എന്തോ ആയിക്കൊള്ളട്ടെ, പല രീതിയിൽ നമ്മൾ ട്രേഡ്സുകൾ എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ചാറ്റ് പാറ്റേൺസ് ക്രിയേറ്റ് ആയി കാണുമായിരിക്കും. ഓക്കെ, അപ്പം വാച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.